അങ്ങനെ അതും പേടി ആയിഷ. എൻ്റെ അമ്മയ്ക്ക് ഷഡ്ഡിയിട്ട പെണ്ണുങ്ങളെ പറ്റൂല. എൻ്റെ ഉമ്മ, എൻ്റെ മറിയമ്മ എടുത്തു തന്ന പൈസ മൊത്തം പോയി. പൈസ പോട്ടടി. ഒരു ഈർക്കിലി കമ്പയില് സാരി ചുറ്റിയ പെണ്ണിനെങ്കിലും എനിക്ക് തന്നൂടെ ആയിഷ? ഞാൻ അത്രയ്ക്ക് മോശ. മോനെ ബ്രിഗേഷേ, എനിക്ക് കിഴങ്ങ് പുഴുങ്ങിയ വേണം മോനെ. വേണ്ട മറിയമ്മ, എല്ലാം പോയി മറിയമ്മ. എനിക്ക് തുപ്പി കളിക്കാൻ കോളാമ്പ് കിട്ടിയെന്ന് പറഞ്ഞ എന്തിനാടാ നീ പൈകാര്യം പോലെ കരയുന്നേ? അത്ര മുട്ടുണ്ടെങ്കിൽ വായത്തട വെട്ടിക്കോടാ. കഴുത കരഞ്ഞത് കേൾക്കും, നീ കള്ളു കുടിച്ചു പോയി ചാവട. ആളത്തിൽ ഒളിച്ചിക്കാണ്ട് വാടാ. വെള്ളിപ്പുറത്തിലളിയ ഞാൻ തൊട്ടാ കൈ വിട്ടു. ആകെ ഒരു പെട്ടു. അച്ചുട്ടി ഇരാക്ക് വന്നിട്ടാ? ആ, രണ്ടാളും ഉണ്ടല്ല. എന്താ ബിരിയാണി ചിക്കനുണ്ടോ? ദുബായ് പോക്കറെ വീട്ടിലെ മംഗലത്തിന് പൊലച്ചക്ക് വെച്ച ചോറ. ഇഞ്ഞായിട്ടത് വേസ്റ്റ് ആക്കണം. ഒന്ന് പോയിക്കൊടു വാപ്പാ. നിങ്ങളാരാ മമ്പറും തങ്ങളോ? ദാനധർമ്മി വന്നിക്ക്. ആ, എനിക്ക് നല്ല കഞ്ഞിയും ചമ്മന്തിയും തന്നെയാ. അച്ചുട്ടി അതിന്റെ നോല് പൊട്ടി. ഈ ഏടുന്നടാ മന്ദ ഹൗസിനടിച്ച ബ്രഹ്മ കെട്ടിക്കോളും. എന്ത് വാങ്ങാത്തില്ല കേട്ടോ. ബോധം പോയാൽ മതി. എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ തീരുള്ളൂ. ഇനി എൻ്റെ അവസാനത്തെ ഐഡിയ എനിക്ക് പറഞ്ഞുതരാം. ബ്രിഗേഷേ, എൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടാ പ്രേമിച്ച് സെറ്റാക്കാൻ പറ്റിയേ? എനിക്ക് പ്രേമം എനക്കാവല. എനക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയുടെ പ്രേമം തോന്നിട്ടുള്ളൂ. ഒരേ ഒരു പെൺകുട്ടിയോട്. നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് അവളോട് ആദ്യമായിട്ട് ഇഷ്ടം തോന്നി. അന്ന് അവള് 10ാം ക്ലാസ്സിലാ. അന്ന് എനിക്ക് ഇഷ്ടം കൂടിയപ്പം ഓളെ കൈ ഞാൻ കടിച്ച് മുറിച്ചിട്ടുണ്ട്. മുത്തപ്പൻ കാവി പയങ്കുറ്റി കഴിഞ്ഞ് വരുമ്പം വരമ്പത്ത് കയറി നിന്ന് ഓളെ മേലെ ഞാൻ മൂത്രമൊഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാ മോനെ. ഞങ്ങളോട് പറയാതെ എൻ്റെ കുഞ്ഞു ഹൃദയത്തിൽ എന്തെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പറയണ. ഓളോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. എന്നിട്ടെന്താ ഇനി കേട്ടാണ്ടെന്ന്? കെട്ടിച്ച് തരൂലളിയാ. ഓളെ കെട്ടിയതുവരെ കഴിഞ്ഞില്ല. ഓള് സർക്കാർ ഉദ്യോഗസ്ഥനെ വെയിറ്റ് ചെയ്തിരിക്ക. പാവം ഓളിപ്പോ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ കല്യാണം കഴിക്കാൻ വരണം. ഓളുടെ ഏട്ടൻ ഹിറ്റ്ലറാ. ഹിറ്റ്ലർ മാധവൻകുട്ടി. 5 പെൺകുട്ടികളാ. മൂത്ത പെണ്ണാ ഓള്. വാടക വീട്ടിലാ താമസം. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാ ഞാൻ റെഡി. വാ, ഇപ്പൊ തന്നെ നല്ല സമയം. ഈ പാതയത്തിൽ കാണാം പെണ്ണന്വേഷിച്ച് പോകുന്നത്. അളിയ,
ഓളെ പേരെന്നാളിയാ? സുലു 10th D. ഏതാളിയാ? ഏതാ? ഇതായിരിക്കുന്ന ആ ഹിറ്റ്ലർ. അതാ. അതിന്റെ പെണ്ണ് കാണുന്നില്ലല്ലോ. പെണ്ണിപ്പോ വരും. കഴിഞ്ഞ ആഴ്ചയും മുമ്പത്തെ ആഴ്ചയും ഞാനാ കൊടുത്തേ. ഞാനാകെ 2 കൂടെ കൊടുത്തു. അതെ, ഉടുത്ത കണക്കൊന്നും നോക്കണ്ട ഏച്ചി. ഇപ്പൊ അങ്ങ് കൊടുക്ക്. സാരി ചുറ്റി നടക്കുമ്പോ ഓർമ്മ വേണേനു തമിഴ് പൈസ പിടിക്കാൻ വരുന്നു. വേണേ പൈസ കൊടുത്തോ. പൈസ കിട്ടാണ്ട് ആള് പോവൂലേ? കൊടുക്കേ അതിന് പോകുന്നില്ല, പോണ്ട. അടി ഉണ്ടാക്കാൻ നേരല്ലേ? ബസ് അങ്ങ് പോവേ. പ്രായമുള്ള പെൺകുട്ടികളുടെ പൊരയത് പടയാന്നല്ലോ മോനെ, വെറും പടച്ചിയാണല്ലോ. അത് കുറച്ച് സ്ട്രോങ്. സാർ കാശ് ശരി, ഈ ആഴ്ചയും കൂടെ ഞാൻ കൊടുക്കാം. പിന്നെ ഞാൻ കൊടുക്കൂല. എന്റെ കാശ് തരും. എന്നാ എന്റെ പൈസ. ഇതാ സുലു. ഇത് ரொம்ப കമ്മിയമ്മ, കട്ടുപൊടി ആവാത്. കട്ടുപ്പൊടി ആവും. ഇതിന്റെ സാരി മുഴുവനും കരിമ്പനടിച്ചതാ. മുന്താണി മുഴുവനും പൂപ്പണം പിടിച്ചിട്ട്. അപ്പൊ അത് മതി, പോ ഏട്ടാ, ഞാൻ പോയിട്ട് വരാം. അല്ല, ഞാന് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാ. എന്താപ്പാ പുതിയൊരു സ്നേഹം? 46 കൊല്ലായിട്ട് ഇന്നൊരു ബൈക്കാക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തരുന്നത്. എന്റെ ഏട്ടാ, വാ ഉള്ളരെ. അല്ല, ഞാനും വരും. നീ നടക്കുന്നല്ലേ? നിങ്ങളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. ഇതാണ് അളിയ പെണ്ണ്. ഇതാണോ മോനെ ബ്രിഗേഷ്? 4ാം ക്ലാസ് തൊട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന നിന്റെ ഷുലു. ഉഷാറല്ലേ? ഉഷാറാ, ഉഷാറോട് ഉഷാറാ. അടീനയില്ലേ, ഞാൻ വടകര മുനിസിപ്പാലിറ്റിൻ്റെ അടുത്തുള്ള ഫാൻസി ഷോപ്പ് കാണലുണ്ട്. അതന്നെ. ആ, പക്ഷെങ്കിൽ ഇത് സെറ്റാക്കണം. സെറ്റാക്കിയേ ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇപ്പം അണിഞ്ഞ് നിർത്തിക്കൊള്ളണം. പക്ഷെങ്കിൽ ഈ സെറ്റപ്പ് എല്ലാം ഒന്ന് മാറ്റണടാ. ഇങ്ങോട്ട് ലേശം കളറാക്കാം. ലേശം കളറാവല്ല. സുലു, എന്താ ബ്രിഗേഷ്, എന്താ ഇതിന്റെ ഉദ്ദേശം? ഇനി പ്രേം നസീറിനെ പോലെ പാട്ട് പാടുന്നു, ദുൽഖർ സൽമാനെ പോലെ ഡാൻസ് കളിക്കുന്നു, നാട്ടുകാരുടെ മുമ്പിൽ ബോഡി ഷോ നടത്തുന്നു. ഇതൊക്കെ കുറെ പഴയ നമ്പറാന്ന് നിനക്ക് തിരിഞ്ഞിക്കില്ലേ? സത്യത്തിൽ നിനക്ക് എന്താ വേണ്ടിയേ? അത് പിന്നെ നിനക്കറിയാലോ. നീയും പോരാറിഞ്ഞിരിക്കുന്നു, ഞാനും പോരാറിഞ്ഞിരിക്കുന്നു. എന്റെ പോരയിൽ നിനക്ക് ആടെ 4 അനിയത്തിമാരല്ലേ? ഓരും പോരാറിഞ്ഞിക്കല്ലേ? നീ ഓല 4 ആളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അതല്ല സുലു, എനിക്ക് 4ാം ക്ലാസ് മുതൽ എന്നോടൊരു ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു. ഇഷ്ടം പെരുത്തു തോന്നിയ ദിവസം ഞാൻ എന്റെ കൈ കടിച്ചു പറിച്ച് ഓർക്കുന്നുണ്ടാ? മുത്തപ്പൻകാവിൽ വെള്ളാട്ട് കഴിഞ്ഞ് വരുമ്പോ ഞാൻ നിന്റെ മേലേക്ക് മൂത്രമൊഴിച്ച് ഓർക്കുന്നില്ലേ? ഇതൊക്കെ ഓർമ്മിച്ച് വെക്കാൻ പറ്റിയ നല്ല കാര്യമാണ് ബ്രിഗേഷേ. മൂത്രം ഒഴിച്ചു വെച്ച കാര്യം ഒരു കൊട്ട പൂവാറ്റം തന്ന പോലെയാന്നല്ലോ നീ പറയുന്നേ. നീ ഇപ്പൊ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നേ? സുലു, ഞാൻ ഉള്ള കാര്യം പറയാം. എനിക്ക് എന്നെ കല്യാണം കഴിക്കണം. ബ്രിഗേഷേ, ഞാനും എൻ്റെ അനിയത്തിമാർ ഇത്രയും കാലം കല്യാണം കഴിക്കാറുണ്ട് എന്തിനാണെന്നറിയോ എനിക്ക്? 10ാം ക്ലാസ് തോറ്റോനായാലും സാരില്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കല്യാണം കഴിക്കാന്. ഇനിയിപ്പോ എനിക്ക് PSCക്ക് ചേരാനൊന്നും പറ്റൂല സുലു. എന്നാ പിന്നെ മോ വണ്ടി കിട്ടോ, എനിക്കുള്ള വെള്ളം ഞാൻ എവിടുന്നെങ്കിലും തിളപ്പിച്ചോളാം. വിടൂല ഞാൻ. സുലു, എന്താണ് നീ കാണിച്ചത്?
സഹാക്കിയുള്ള പാമ്പുകളും നേരെ നിൽക്കുന്നുണ്ട കൂതറ അടിയാ സംഗതി ചർച്ചയായിട്ടുണ്ട്. വായന ചേച്ചി നിൽക്കുന്നുണ്ട്. നിൽക്കണം, അത് പോയിട്ട് പിന്നെ വരുന്ന വാളയാ അളിയ എനിക്ക് ധൈര്യക്കുറവ്. എൻ്റെ അടിച്ചെല്ലാം ഇറങ്ങിപ്പോയി. ഞാൻ അടിച്ചു വന്നാലാ അളിയാ, ഈ ലോകത്തിന് ഒരു ഇന്ദ്രനെയും ഒരു ചന്ദ്രനെയും ഈ മൃഗേഷ് പേടിക്കൂല. അളിയൻ വാ. ഓനോട് ഇപ്പൊ സംസാരിക്കാൻ കൊള്ളൂല. ഞാൻ നാളെ വരാം. മനേജി, ഗുഡ് നൈറ്റ്. വീണ്ടും സന്ധിക്ക് വരവാണല്ലോ. ദേഷ്യത്തില. ആ അറിയുന്നേറ്റാരെ ആയിഷയോട് എന്റെ ഒരു സ്റ്റോറി പറഞ്ഞേക്കാം. ഇവൻ ഇങ്ങനെയാക്കുന്നു. ആ മാതൃഭൂമി കല്യാണി, ബാക്കി സമരം ന്യൂസ് എത്തിച്ചിട്ടുണ്ടാവല്ലേ? എന്നാലും നിങ്ങൾക്ക് ഇരിക്കേണ്ട ഒരു വണക്കം. മൂക്കറ്റ മോദി വന്നിട്ട് ഇപ്പൊ കിടന്ന് ഓക്കാനിക്കുന്നു. കാരണം അങ്ങോട്ട് പട്ടിണി എന്ന് വെച്ച് പട്ടി ഇറച്ചി തിന്നാനൊക്കോ?